വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. സി കോഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് സി നമുക്കൊന്ന് നോക്കാം. സാധാരണ ഇതിന് മുമ്പ് സി പഠിക്കുമ്പോഴൊക്കെ സ്ട്രക്ചർ ഓഫ് സി എന്നൊക്കെ പറയുന്നത് ഏറ്റവും ആദ്യമാണ് അല്ലേ. ആക്ച്വലി നമ്മൾക്ക് ഇതൊരു ഒരു കൺവെൻഷണൽ ടൈപ്പിൽ പഠിക്കുന്ന ഒരു സംഗതി അല്ല എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇനി നമ്മൾക്ക് എവിടെയാണോ ഇത് ആവശ്യം വരുന്നത് ആ സമയത്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആക്ച്വലി ഇപ്പോഴാണ് ഈ സ്ട്രക്ചർ അറിയേണ്ട കാര്യമുള്ളൂ. ഇനി ഈ സ്ട്രക്ചർ തന്നെ ഞാൻ തരുന്നത് ഒരു കമ്പനിക്കകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 10,000 ലൈൻസ് അല്ലെങ്കിൽ 20,000 ലൈൻസ് ഒക്കെ ഉള്ള ഒരു കോഡിങ്, അതിനകത്തുള്ള ഒരു സി ഫയൽ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് കാണുന്നത്, ഒരു കമ്പനിയിൽ അവിടുത്തെ കോഡിങ്ങിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് കാണുന്നത്, നമുക്കിവിടെ പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സി കോഡിൻ്റെ സ്ട്രക്ചർ നോക്കാം. നമ്മളുടെ ടെക്സ്റ്റ് എഡിറ്റർ എടുക്കാം, ഒരു പുതിയ ഫയൽ, സിംപ്ലി ഈ നോട്ട് പാഡിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിച്ചിട്ടുണ്ട്. ഫയൽ ഹെഡർ കമൻറ്റ്. എന്താണ് ഈ ഫയൽ ഹെഡർ കമൻറ്റ്? നമ്മൾ ഒരു കമ്പനീൻ്റെയൊക്കെ ഒരു കോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സി ഫയലിനും ഇങ്ങനെ ഒരു ശീർഷകം എന്നൊക്കെ പറയാവുന്ന ഒരു ഹെഡിങ് എന്ന് പറയാവുന്ന ഒരു സാധനം കാണാൻ പറ്റും. നമ്മൾ സിയിൽ കമൻ്റ് എഴുതുന്ന ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടല്ലോ, അതേ മെത്തേഡിൽ നമ്മൾ അത് എഴുതുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടാവും? ഒരു ഫയൽ നെയിം ഉണ്ടാവും. ഫയൽ നെയിം ഞാനിവിടെ ഒരു ഫയൽ നെയിം കൊടുക്കുന്നുണ്ട്, സാമ്പിൾ നെയിം, sample_name.c. ഓക്കെ, ഇതൊരു സി ഫയലാണ്. സാമ്പിൾ സ്പേസ് നെയിം എന്നൊന്നും എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് ഇവിടെ ഒരു ഓതർ. ഓക്കെ, ഓതർ ആക്ച്വലി എനിക്ക് എൻ്റെ പേര് എഴുതാം. പല കേസുകളിലും കമ്പനിയുടെ പേരാണ് എഴുതാറുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് ഒരു കമ്പനീൻ്റെ ഒരു സെറ്റപ്പിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ഞാൻ സ്പോക്ക് ഇന്നോവേഷൻസ് എന്ന് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ടാർഗറ്റ് എഴുതാണ്. ഓക്കെ, ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ഒരു വിൻഡോസ് പി സിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു AVRൻ്റെ ഒരു മൈക്രോ കൺട്രോളർ ആവാം, ഒരു PIC 16F877 അങ്ങനെ ഒരു മൈക്രോ കൺട്രോളർ ആവാം, മൈക്രോ ചിപ്പിൻ്റെ, അല്ലെങ്കിൽ ഒരു STM32 ആവാം. ഇവിടെ ഞാൻ വിൻഡോസ് പി സി എന്ന് എഴുതുന്നുണ്ട്, വിൻഡോസ് PC. നെക്സ്റ്റ് ഇതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സാമ്പിൾ കോഡ് എന്നാണ് ഞാനിവിടെ എഴുതുന്നത്. ഇനി ഫയൽ നെയിമിൻ്റെ താഴെ ആക്ച്വലി ഇവിടെ ഒരു ഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഓതറിൻ്റെ താഴെ. ഇവിടെ ഞാൻ സ്പേസ് എത്ര തവണ ടൈപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ പകരം ടാബ് യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾക്ക് പല എൻവയോൺമെൻറ്റിലും ടാബ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്പേസ് ഒരു 4 സ്പേസ് അടിക്കേണ്ട സ്ഥലത്ത് ടാബ് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈപ്പിംഗ് നടക്കും. പക്ഷേ ടാബ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരുപാട് എൻവയോൺമെൻറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ലിനക്സിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ശീലിച്ച് പോവുക ആദ്യം തന്നെ. അപ്പം ഞാനിവിടെ ഒരു ഡേറ്റ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒന്നും എഴുതാനില്ല, അതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തതാണ് ഒരു ഫയൽ ഹെഡർ കമൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇത് കമൻ്റ് ആണെന്ന് അറിയാലോ. അപ്പോൾ ഇത് നമ്മളുടെ ഫയലിൻ്റെ ഒരു ഹെഡിങ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത്രയും ഇൻഫർമേഷൻ ഉണ്ട്.
നെക്സ്റ്റ് ഹെഡർ ഫയൽസ്. നമ്മൾ ഈ പറഞ്ഞ ഹാഷ് ഇൻക്ലൂഡ് മിക്കവാറും ഇവിടെ എല്ലാ കോഡിലും stdio.h എഴുതിയിരുന്നു. ഓക്കെ, നമ്മളിതിനെ സേവ് ചെയ്തിട്ടില്ല, നമുക്കൊന്ന് സേവ് ചെയ്യാം. structure.c എന്ന പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സംഗതികൾ, അതായത് conayo.h, ഇതെല്ലാമാണ് നമ്മളുടെ ഹെഡർ ഫയൽസ്. ഈ ലൈബ്രറീസിനെല്ലാം നമ്മൾ ഈ കോഡിനകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു സെഷനാണ് ഈ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ കസ്റ്റമായിട്ടുള്ള ഏതെങ്കിലും ഒരു .h ഫയലൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മാക്രോസ് ഡെഫിനിഷൻ, കോൺസ്റ്റൻറ്റ് ഡെഫിനിഷൻ എന്നൊക്കെ പറയുന്ന സംഗതി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഹാഷ് ഡിഫൈൻ, ഇപ്പോൾ എക്സാമ്പിൾ ഡിലേ ടൈം 1 എന്ന് പറഞ്ഞിട്ടൊരു മാക്രോ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് അതിനൊരു വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, ഞാനിവിടെ ഇതിന് 20 എന്ന വാല്യൂ കൊടുത്തു. അടുത്തത് ഹാഷ് ഡിഫൈൻ ഞാൻ ഒരെണ്ണം കൂടി കൊടുക്കുകയാണ്, ഡിലേ ടൈം 2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ മാക്രോൻ്റെ പേര് കൊടുത്തപ്പോൾ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചു. ഓക്കെ, ഇത് നമ്മളുടെ ഒരു നെയിമിംഗ് കൺവെൻഷൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ്. ഇതിന് ഞാനൊരു 900 വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തത് ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻ. ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ, ഈ ഒരു പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ട് എത്ര കോഡുകളുണ്ടോ അല്ലെങ്കിൽ എത്ര ഫങ്ഷൻസൊക്കെ ഉണ്ടോ ആ ഫങ്ഷൻസിനെല്ലാം ആക്സസ് ചെയ്യാവുന്ന മെമ്മറിയിലുള്ള ഒരു വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്നിട്ട് അതിനൊരു വാല്യൂം കൊടുക്കുകയാണ്. ഓക്കെ, 2 എണ്ണം ഞാൻ കൗണ്ട് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഇറ്റർ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ചെയ്തത് നമ്മൾ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷനാണ്. നമ്മളൊരു ഫംഗ്ഷൻ്റെ അകത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ സ്കോപ്പ് ആ ഫംഗ്ഷനകത്ത് മാത്രമാണ്, വേറൊരു ഫംഗ്ഷനകത്ത് നിന്ന് ആ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ ആകുമ്പോൾ ഏത് ഫംഗ്ഷനകത്ത് നിന്ന് നമ്മൾക്ക് കോൾ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്സ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ നമ്മൾ നേരത്തെ ഒരു കോഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. വോയിഡ് ഡിലേ 1 വോയിഡ്. ഓക്കെ, ഇതാണ് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടി വോയിഡ് ഡിലേ 2 വോയിഡ്. 2 ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഫങ്ഷൻസിനെ കോൾ ചെയ്യുമ്പോൾ എവിടെ നിന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ കമ്പൈലർ അതിനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ നമ്മളിവിടെ ഒന്നും കൊടുത്തിട്ടില്ല, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് വേറെ എവിടേക്കോ ആണ്. അങ്ങനെ വരുമ്പോൾ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കമ്പൈലറിന് അതൊരു പ്രശ്നമാവും. ഓക്കെ, അടുത്തത് നമുക്ക് മെയിൻ ഫംഗ്ഷനിലേക്ക് പോകാം. മെയിൻ. ഓക്കെ, മെയിൻ നമ്മൾക്ക് സബ്ലൈം എഡിറ്റർ കുറേ ഓട്ടോമാറ്റിക്കലി തന്നെ തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഈ സംഗതികളൊന്നും വേണ്ട, ഇത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ഒക്കെയാണ്. അത് നമുക്ക് വേറൊരു സെഷനിൽ നോക്കാം. അപ്പോൾ ഇവിടെ വെറും മെയിൻ്റെ അകത്ത് വോയിഡാണ്. ഇവിടെ റിട്ടേൺ 0 എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റിട്ടേൺ ഡയറക്റ്റ്ലി 0 എഴുതിയിട്ടുണ്ട്, പക്ഷേ ഞാനതിന് ഒരു ബ്രാക്കറ്റിനകത്താണ് എഴുതാറ്. വീണ്ടും അത് നമ്മളുടെ സ്റ്റാൻഡേർഡൈസിങ്ങിൻ്റെ ഒരു വിഷയമാണ്.
ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഡിലേ എല്ലാം കോൾ ചെയ്യാൻ പറ്റും. ഡിലേ എന്ന് പറയുന്ന ഫങ്ഷനാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് വീണ്ടും മെസ്സേജ് അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് എഫ് ഉപയോഗിച്ചിട്ടൊരു മെസ്സേജ് സ്ക്രീനിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹലോ എന്ന് കാണിച്ചു. ഇനി ഞാൻ അല്ലെങ്കിൽ ഹലോ എന്ന് വേണ്ട, ചുമ്മാ ഒരു ഡോട്ട്, ഒരു 2 ഡോട്ട് പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഡിലേ ഉപയോഗിക്കുന്നു. ഡിലേ 1 എന്നുള്ള ഫങ്ഷൻ ഞാനിവിടെ കോൾ ചെയ്തു. വീണ്ടും ഞാൻ പ്രിൻ്റ് എഫ്, അതിനകത്ത് 2 ഡോട്ട് തന്നെ. വീണ്ടും ഞാൻ ഡിലേ 1 എന്നുള്ള ഫങ്ഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഞാനതൊരു 2 തവണ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾക്ക് ഇവിടെ ഡിലേ 2 ഉപയോഗിക്കാം. ഡിലേ 2 നേരത്തെ ഡിക്ലെയർ ചെയ്തപ്പോൾ രണ്ടും ഡിലേ 1 എന്നാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണം ഡിലേ 2 എന്ന് വേണം വരാനായിട്ട്. ഇവിടെ നമുക്ക് ഒരു /n കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് വരും. ഡിലേ 2-ന് ശേഷം ഞാൻ വീണ്ടും അതേപോലെ പ്രിൻ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ വീണ്ടും ഡിലേ 2 ഒരു തവണ കൂടി കൊടുക്കുന്നു. നമുക്ക് ഈ കോഡ് ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ ചുമ്മാ അതിനകത്തൊരു പ്രിൻ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ ഡിലേയും 1ഉം 2ഉം ഒക്കെ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യണം, ഇതെന്താ സംഗതി എന്നുള്ളത്. അപ്പോൾ ഡിലേ 1 നമുക്കാദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഞാൻ സ്ലീപ്പാണ് ഉപയോഗിക്കുന്നത്. സ്ലീപ്പ്, ഇതിൻ്റെ വാല്യൂ ഒരു 50 കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, ഈ പരിപാടി കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഡിലേ 2. ഡിലേ 2-ൻ്റെ ഡെഫിനിഷൻ ഞാൻ കൊടുക്കുന്നത് ബോഡിക്കകത്ത് ഓക്കെ, നമുക്ക് മുകളിൽ എഴുതി വെച്ചിട്ടുള്ള മാക്രോ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ 50 കൊടുക്കുന്നതിൻ്റെ പകരം മുകളിൽ വെച്ചിട്ടുള്ള മാക്രോ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിലേ ടൈം 1. ഓക്കെ, അപ്പോൾ ഈ മാക്രോയിൽ എന്താണോ വാല്യൂ നമ്മൾ കൊടുത്തിരുന്നത് ആ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ 20ഉം ഇവിടെ എത്രയായിരുന്നു 900ഉം ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാനിതിനെ സേവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സാധാരണ പോലെ ഒരു ഗെറ്റ് CH ആഡ് ചെയ്യാം. ഇനി സ്ലീപ്പ് ഇവിടെ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ഒരു ലൈബ്രറി കൂടി വേണ്ടി വരും. Windows.h ആണ്. ഞാനത് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മുടെ കോഡിൻ്റെ പേര് structure.c എന്നാണ്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് GCC യൂസ് ചെയ്തിട്ട് structure.c, ഔട്ട്പുട്ടിൽ structure.exe എന്നാണ് നമ്മൾ ഫയൽ നെയിം കൊടുത്തത്. കമ്പൈൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് സെമിക്കോളൻ ബിഫോർ ബ്രേസ്, ലൈൻ നമ്പർ 67-ൽ 1. ലൈൻ നമ്പർ 67-ൽ നമ്മൾ എന്താണ് ഇവിടെ സെമിക്കോളൻ ഇടാൻ വിട്ടുപോയി. ഓക്കെ, വീണ്ടും സേവ് ചെയ്തു, വീണ്ടും കമ്പൈൽ. ഇത്തവണ കമ്പൈൽ ആയിട്ടുണ്ട്. നമുക്ക് structure.exe ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിൽ ഓടിച്ചു നോക്കാം. ഓക്കെ, അത് റൺ ചെയ്യുമ്പോൾ ഡോട്ടുകൾ പ്രിൻ്റ് ആവുന്ന ഒരു രീതി നല്ല ഭംഗിയായിട്ട് പ്രിൻ്റ് ആവുന്നുണ്ടല്ലേ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഓക്കെ, ഒരു തവണ കൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഓരോ ഡോട്ടും പ്രിൻ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ പ്രിൻ്റ് ചെയ്യാൻ കുറച്ചുകൂടി ടൈം എടുക്കുന്നുണ്ട്. അതാണ് നമ്മളവിടെ 2 ഡിലേ കൊടുത്തത്.
ഓക്കെ, അപ്പോൾ നമ്മളുടെ കോഡിൻ്റെ സ്ട്രക്ചറിലേക്ക് ഒന്നുകൂടി വരാം. നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്, നമ്മൾക്കൊരു ഫയൽ ഹെഡർ കമൻ്റ് ഉണ്ടായിരുന്നു, ഈ സെഷനാണ്. അത് കഴിഞ്ഞ് ഹെഡർ ഫയൽസിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാക്രോ ഡെഫിനിഷൻസ്. ഇനി അത് കഴിഞ്ഞ് ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻസ് ഇവിടെ ചെയ്തു. ഇവിടെ ഇൻറ്റിജർ മാത്രമല്ല, ഇനിയിപ്പോൾ ക്യാരക്ടർ അറേ, പോയിൻ്റർ, അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റും. ഇൻറ്റിജർ മാത്രമല്ല. പിന്നെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്സ്, നമുക്കിവിടെ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ, ഈ കോഡിനകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെ തന്നെ ഡിക്ലെയർ ചെയ്തു. ഇനി മെയിൻ ഫംഗ്ഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് വേറെ 2 ഫംഗ്ഷൻസിൻ്റെ ഡിക്ലറേഷൻ താഴെ എഴുതി. ഫംഗ്ഷൻ ഡെഫിനിഷൻ താഴെ എഴുതി. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, നമ്മൾ സി കോഡിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ നോക്കിയത്. വീണ്ടും നമ്മളിത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാക്സിമം ഇതിൻ്റെ ഒരു ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം വേണമെങ്കിൽ എടുത്തിട്ട് കുറച്ച് ദിവസം നിങ്ങളുടെ കയ്യിൽ വയ്ക്കാം, നിങ്ങളുടെ മൊബൈലിൽ വയ്ക്കാം. അത്രേ ആവശ്യം വരുന്നുള്ളൂ. കാരണം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഇതേ സ്റ്റൈലിലാണ് നിങ്ങൾ കോഡിങ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതൊരു റെഫറൻസോ കാണാതെ പഠിക്കേണ്ട ആവശ്യമോ വരുന്ന ഒരു സംഗതി ഇല്ല. ഓക്കെ, സി കോഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.